ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു നൈറ്റ് ബ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ അവധിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഒരു നൈറ്റ് ബ്ലോഗായിട്ട് വരാമെന്ന്. ഇവിടെ ഞാൻ ഒന്ന് തുറന്നു വെച്ചിട്ടുണ്ടായിന്, അത് അടച്ചു. നിങ്ങളെ കുറച്ച് സാധനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അന്നൊരിക്കൽ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിനി, കുറച്ചാൾ കണ്ടിനി. അപ്പോൾ ഞാൻ അതിനെ കാണിച്ചു തരാം. ഇതാണ് മിനി ലൈബ്രറി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്നൊരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിനി. അതിൽ കുറച്ച് ബുക്സൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ബുക്സ് പരിചയപ്പെടുത്തി തരാം. അതെന്ന് വിചാരിച്ചാൽ എൻ്റെ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഡൽഹിയിൽ നിന്നെല്ലാം ബുക്കെല്ലാം വിൽക്കാൻ വരും. അപ്പോൾ ഞാൻ അതെല്ലാം മേടിക്കലുണ്ട്. എപ്പോഴും ഞാൻ മേടിക്കലുണ്ട്. അല്ല, എപ്പോഴെങ്കിലും വരുമ്പോൾ ഞാൻ മേടിക്കലുണ്ട്. എപ്പോഴെങ്കിലും വരും, അപ്പോൾ ഞാൻ മേടിച്ച് പോകും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുക്സ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആദ്യം ഈ ഒരു ബുക്കാണ്. ഇതിങ്ങനെ ഇന്ത്യൻ്റെയും ഇതെല്ലാം ഇങ്ങനെ കാണിക്കുന്നതാണ്. കണ്ടോ? പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സാധനമുണ്ട്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ശരിക്കും, ഇത് രണ്ടാണ് ശരിക്കും തരണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് നിങ്ങൾക്ക് കാണണം. അപ്പോൾ ഇതൊരു മാപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഞാൻ കാണിച്ചു തരാം. ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഈ 2 കളറിങ് ബുക്ക്, പിന്നെ ഈ ഒരു ടേബിൾ ബുക്കുമാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ ഈ 2 കൂടെ കിട്ടിയത്. അപ്പോൾ നമുക്കിത് മേടിക്കാണ്ടിരിക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ ഞാൻ മേടിച്ചു. ഞാൻ കളർ കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ എല്ലാം ഇങ്ങനെ പൂജിക്കും. ഞാൻ ഒന്നും കളറൊന്നും കൊടുക്കില്ല. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇതെല്ലാം ബോറടിക്കുമ്പോൾ ഞാൻ കളർ കൊടുക്കും. ഒന്നും കളർ കൊടുത്തിട്ടേ. ഈ സിൻഡർലാൻഡ് ഒരു കളറിങ് ബുക്കുണ്ട്. ഫ്രോസൻ്റെ സിൻഡർലാൻഡ് പിന്നെ ടേബിൾ ബുക്ക്. നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഈ ഒരു ബുക്ക്. എല്ലാവർക്കും അല്ല, കുറച്ചാൾക്ക്. അപ്പം ഇത് ഞാൻ വാങ്ങിച്ചിനി. ഇതിനെത്രയോ രൂപയാണ് ഓർമ്മയില്ല. ഇത് 3ാം ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഞാനിത് ഇവിടെ സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ 4ാം ക്ലാസ്സിൽ നിന്ന് മേടിച്ചാണ്. ഇപ്പം മേടിച്ചാണ്, സ്കൂളിൽ നിന്ന് മേടിച്ചാണ്. അപ്പം അതിൻ്റെ കൂടെ വരുന്നേ കാണിച്ചതാ ഈ പേപ്പർ. ഈ ഒരു പേപ്പർസാണ്. 3 പേപ്പറാണ് ഇതിൻ്റെ കൂടെ കിട്ടല്. ഇതേ 3 പേപ്പർ ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു ഇങ്ങനത്തെ ഒരു ബുക്ക് കിട്ടും. എന്തെല്ലോ പൂവിൻ്റെയും എന്തെല്ലോ ഇങ്ങനെ ആക്കൂലേ. അപ്പോൾ അതെല്ലാം ഇതിലുണ്ട്. അടുത്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ ഇല്ലയാണ് മാജിക് ബുക്കാണ്. നിങ്ങൾ ഈ ബുക്ക് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിലുണ്ടോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ മാജിക് ബുക്ക്. ഇതിങ്ങനെ കണ്ടോ? ഇന്നിങ്ങനെ 2 കുട്ടികൾ ഡാൻസ് കളിക്കുന്നതാണ്. ഈ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് നമുക്കിങ്ങനെ ഇതിൻ്റെ കൂടെ ഒരു പ്ലാസ്റ്റിക് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ആ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന കാണാൻ പറ്റും. നല്ല രസമാണ്. ഞാൻ ഇങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇതെല്ലാം ഞാൻ നോക്കും. പിന്നെ അങ്ങനെ കുറേ ഉണ്ട് ഇതിൽ. ഒന്നും നല്ല രസമാണ്. പ്രാവിൻ്റെ, പൂമ്പാറ്റേൻ്റെ കുറേ ഉണ്ട്. പിന്നെ ഇത് ഞാൻ 2ാം ക്ലാസ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. 2ാം ക്ലാസ്സിൽ നിന്ന് വന്നിരുന്നു. 2ാം ക്ലാസ്സിൽ നിന്ന് അതേ ഇത് തന്നെയാണ്. പക്ഷേ കുറച്ച് മാറ്റലുണ്ട്. 4ാം ക്ലാസ്സിൽ നിന്ന് വന്നതിന് കുറച്ച് കൂടിയിന് ചിത്രമെല്ലാം. ഇതിൽ കുറച്ച് ചെയ്തു ചിത്രമെല്ലാം. അപ്പോൾ അതുണ്ട്. പിന്നെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇത്രയേ ഇല്ലൂ കേട്ടോ സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ കൂടെ കിട്ടിയത് തന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിരുന്നു. പേപ്പറും പിന്നെ ആ ഒരു ബുക്കും. അപ്പോൾ അതിൽ ഞാൻ അവിടെ വെച്ചിട്ട് എൻ്റെ അനിയൻ കീറിക്കളഞ്ഞു. അങ്ങനത്തെ അനിയനുണ്ട് എനിക്ക്. നിങ്ങൾക്കറിയായിരിക്കും, നവു എന്ന് പറഞ്ഞ അനിയനാണ്. അനിയൻ്റെ പേര് അനിയനാണ് എനിക്കും. നവു അനിയൻ.
എല്ലാം കീറിക്കളയണ്ട, പുസ്തകം വരെ കീറിക്കളയണ്ട ഞാൻ. അപ്പോൾ ഒന്നുമില്ല. ഇതിൽ കുറേ ബുക്സ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം അല്ലേ? അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതിൽ എന്തെല്ലോ ഉണ്ട്. മറ്റേ ഇതെന്താണ്, കളർ പെൻസിലുണ്ട്, പിന്നെ കുഞ്ഞു ഡയറി ഉണ്ട്. നിങ്ങൾക്ക് ഈ സ്മോൾ ഡയറി ഉണ്ടോ? കമൻറ്റ് ചെയ്യണേ, എന്തായാലും കമൻറ്റ് ചെയ്യണം. അങ്ങനത്തെ കുഞ്ഞു ഡയറി ഉണ്ടോ? നല്ല രസമാണ്. ഉണ്ടോ കുഞ്ഞു ഡയറി? ഇത് നമുക്ക് ഇങ്ങനെ ലോക്കിടാൻ പറ്റും, നമുക്കിങ്ങനെ തുറക്കാൻ പറ്റൂലേ? അടുത്തെന്ന് പറയുന്നത് കളറിംഗ് ബുക്കാണ്. ഇങ്ങനത്തെ ഒരു കളറിംഗ് ബുക്ക്. ഈ ഞാൻ കളർ കൊടുത്തിരുന്നു. ഞങ്ങൾക്ക് ഇപ്പുറത്ത് ഞാൻ കളർ കൊടുത്തിരുന്നു. ഇല്ല, ഇപ്പുറത്ത് ഞാൻ കളർ കൊടുത്തിട്ടില്ല. ഞാൻ തന്നെ കൊടുത്തിയാണെന്ന് തോന്നുന്നു. അടുത്തെന്ന് പറയുന്നത് ഫ്ലവേഴ്സിൻ്റെ കളറിംഗ് ബുക്കാണ്. ഇതുണ്ടോ, കുറച്ചെണ്ണം ഞാൻ കളർ അടിച്ചു, ഞാൻ കാണിച്ചു തരാം. ഒന്നിത് സൂപ്പർ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ ഒരു ഫ്ലവർ, ഈ ഒരു ഫ്ലവർ, ഈ ഒരു ഫ്ലവർ, ഈ ഒരു ഫ്ലവർ, ഈ ഒരു ഫ്ലവറിൻ്റെ പകുതി ഞാൻ കുട്ടിയാന്ന് തോന്നുന്നു. ഇപ്പുറത്ത് നമുക്ക് അതിൻ്റെ കൊടുക്കുന്ന കളറെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇപ്പുറത്തും പിന്നെ ഫസ്റ്റും കാണിച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ടാണ് ഞാൻ കളർ എടുക്കുന്നത്. അടുത്ത ഞാൻ കാണിച്ചു തരാം. അടുത്ത ഒരു കളറിംഗ് ബുക്കാണ്. ആനിമൽസ് കളറിംഗ് ബുക്കാണ്. അതിന് ഞാനൊരു ബ്യൂട്ടിഫുൾ കൗവിന് കളർ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തല്ല, ഇപ്പുറത്താണ് ഞാൻ കളർ കൊടുത്തത്. ഫിഷിന് കളർ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഗോട്ടിന്, പിന്നെ ചിക്കനും കൊടുത്തിട്ടുണ്ട്. ചിക്കനെ അതിൽ കാണിക്കുന്നു. കോഴിക്കും കളർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു കളർ കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ കളർ കൊടുക്കാറില്ല. അടുത്തെന്ന് പറയുന്ന ഒരു എന്നാണ് ഒരു നല്ല നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും ഒരു ആക്ടിവിറ്റി ബുക്കാണ്. ഞാൻ ഓൺലൈനിൽ നോക്കിയാണ് ഈ ആക്ടിവിറ്റി ബുക്ക് കാണിച്ചു തരാം. ആക്ടിവിറ്റി ബുക്കാണിത്. 500 ആക്ടിവിറ്റീസ് വരുന്നുണ്ട് ഈ ബുക്കിൽ. ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ വാങ്ങിച്ചാണ്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. കുറച്ച് ഞാൻ ചെയ്തിട്ടു. കണ്ടോ, ഇതിൻ്റെ ഇപ്പുറത്ത് എന്തോ ഒരു ഓഫറാണ് അങ്ങനെ പറഞ്ഞിട്ട് എന്തോ ഇതുണ്ട്, ബൈ എനി അങ്ങനെ പറഞ്ഞിട്ട് എന്തോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്ടിവിറ്റി ബുക്ക് ഉണ്ട് എൻ്റെ കയ്യിൽ. 500 ആക്ടിവിറ്റീസ് ഇതിലടങ്ങിയിട്ടുണ്ട്. അടുത്തയും ഒരു കളറിംഗ് ബുക്കാണ്. ഇത് എവിടുന്ന് വാങ്ങിച്ചാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ പറയില്ല കേട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ കളറിംഗ് ബുക്ക് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന്. ആർക്കും കിട്ടാത്തതാണ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഇതാ കണ്ടോ, ഒരു അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചാണ്. ഞാൻ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിനി കമൻറ്റ് ചെയ്യണം. നല്ല കളർ ഒന്നും ഞാൻ കളർ കൊടുത്തിട്ട്, എനിക്ക് കളർ കൊടുക്കാൻ അങ്ങനെ ഇഷ്ടമല്ല. ഇതിൽ 80 എണ്ണം ഉണ്ട് കളർ കൊടുക്കാൻ. അപ്പോൾ എനിക്കിങ്ങനെ കുറേ കളർ കൊടുക്കുന്ന ബുക്കാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ആ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചു. അടുത്ത ഞാൻ കുറച്ച് പഠിപ്പിൻ്റെ ബുക്സാണ് ഞാൻ വാങ്ങിച്ചത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഞാൻ വാങ്ങിച്ച കടങ്കഥകൾ
പഴഞ്ചൊല്ലുകൾ കുസൃതി ചോദ്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ബുക്കാണ്. ഇതൊരു അമ്പലത്തിൽ നിന്ന് ഞാൻ വാങ്ങിച്ചാണ്. നമ്മളെ കണ്ണൂരത്തെ തന്നെ ഒരു അമ്പലമാണ്. എല്ലാവരും പോയിട്ടുണ്ടാവും, ആരും പോവാണ്ട് നിന്നിട്ടുണ്ടാവില്ല. പിന്നെ പഴഞ്ചൊല്ലുകളും കടങ്കഥകളും അപ്പോൾ അങ്ങനത്തെ ഒരു ബുക്കുണ്ട്. അപ്പം അടുത്ത GK ജനറൽ ക്യൂസ് ചോദ്യോത്തരങ്ങളാണ്. അപ്പം എനിക്കിത് ആവശ്യമാണ്. GK ക്യൂസിനെല്ലാം പഠിക്കണ്ടേ, അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ വാങ്ങിക്കുകയാണ്. അപ്പം അതുണ്ട്. ഇത് ഞാനൊരു അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഏത് അമ്പലമാണ്. അടുത്ത കളർ പേപ്പർ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നില്ല. പിന്നെ വേറെയും കിട്ടിയിട്ടുണ്ട് ബുക്ക്. ഞാൻ മറന്നുപോയി അതിൻ്റെ കാര്യം. ഇതും വേറെ എന്തോ ഉണ്ടായിട്ട് കാണിച്ചടാ. ഈ കളറിംഗ് ബുക്ക് ആദ്യം കാണിച്ചടാ. സൂപ്പർ ആനിമൽസിൻ്റെ കളറിംഗ് ബുക്കാണ്. ഇത് ഞാൻ ഒന്നും പോലും കളർ എടുത്തിട്ടില്ല. വേണ്ടോ, ഇതിൻ്റെ കുറേ കളറിംഗ് ബുക്ക് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ കളർ വെക്കുന്നുണ്ട്. എത്ര ചിത്രം? 16 ചിത്രമുണ്ട് കളർ വെക്കാൻ. അടുത്ത് ഈ ബുക്കല്ല ഞാൻ കാണിച്ചുതരാം ഫ്രണ്ട്സ്, ഞാൻ കാണിച്ചുതരാം. അതിൻ്റെ ഒരു വിലപ്പെട്ട സാധനം ഇതിലാണുള്ളത്. ഇത് എൻ്റെ പേര് എനിക്ക് മറന്നുപോയി. ഇപ്പോൾ എനിക്ക് മറന്നു. അപ്പോൾ ഇതൊരു ബുക്കാണ്. ഏണിയും പാമ്പ് മാത്രമാണ് ഇതില്ലേ. ഏണിയും പാമ്പ് മാത്രമല്ല, ഇതൊരു മാജിക് ബുക്കാണ്. നമ്മളിപ്പോൾ സ്കെച്ചിനെ കൊണ്ട് എഴുതി, അപ്പോൾ നമുക്ക് മായ്ക്കാൻ പറ്റൂലല്ലോ, ബുക്കിലല്ലേ എഴുതിയാ. അപ്പോൾ ഇതിൽ മായ്ക്കാൻ പറ്റും. എങ്ങനെയാണോ, ഒരു തുണിയിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇങ്ങനെ തുടച്ചാൽ എല്ലാം പോവും. പക്ഷെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം അങ്ങനത്തെയാണ്. പിന്നെ കളർ കൊടുത്താൽ നമ്മൾ സാധാരണ കളറിംഗ് ബുക്കിലെല്ലാം കളർ കൊടുത്താൽ നമുക്ക് മായ്ക്കാൻ പറ്റൂല അല്ലേ, വീണ്ടും അതിൽ കളർ കൊടുക്കാൻ പറ്റില്ല. ഇതങ്ങനെയല്ല, നനഞ്ഞ തുണിയിൽ ഇത് തുടച്ചു കൊടുത്താൽ ഇതെന്താ നമുക്ക് വീണ്ടും ഇതിൽ കളർ എടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ ബാക്കിൽ ഏണിയും പാമ്പും കളിക്കാൻ അവർ ഡൈസ് ഇപ്പം പേര് ഓർമ്മയാണ്. പിന്നെ വേറെയും കളി ഉണ്ടല്ലോ, ഇതാ കളി വേറെ എന്തോ ഉണ്ട് ഈ കളി. അതാ ഈ 2 കളിയുണ്ട് ഡൈസ് വെച്ചിട്ട് കളിക്കാൻ. പിന്നെ അത്രയൊക്കെ ഇല്ലു. ഇത് തുറക്കാൻ ഒരു പണിയാണ്. അപ്പം ഞാൻ തുറന്നിട്ട് വെക്കട്ടെ. നമുക്കിനി രാത്രിയിലത്തെ കൊച്ചു വിശേഷങ്ങൾ കാണാം. ഫ്രണ്ട്സ്, ഒരു കാര്യം നിങ്ങളെ ഞാൻ കാണിക്കാം. കീ ചെയിൻസ് ആണ്. അതിനൊരു ഗ്ലാസ്സാണിത്. ഇതിൽ കുറച്ച് എന്തോ ഒരു വെള്ളം പോലത്തെ സാധനം കണ്ടോ. ഈ ഒരു കീ ചെയിൻ ഉണ്ട്. ഇതാ കണ്ടോ, ഇതാ ഗ്ലാസ്സാണ്. ഞാൻ കെട്ടിച്ചത് ഉണ്ടോ. ഇതിൻ്റെ ഇതാ റെഡ് എൻ്റെ ഉണ്ട്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ചൂടത്തല്ല ഇത് ഇങ്ങനെ വെച്ച് നല്ല തണുപ്പ് കിട്ടും. പക്ഷെ ഇപ്പം തണുപ്പ് കാലാണ്, അതുകൊണ്ട് നമുക്കിപ്പോൾ ഇത് വേണ്ട നിൽക്കാൻ. എന്താ മുഖത്തൊന്നും വെക്കണത്, തണുത്ത് വരക്കണേ ഉണ്ടോ. നെക്സ്റ്റും ഒരു കീ ചെയിനാണ്. ഇതിലത്തെ പകുതി ഗ്ലിറ്റർ സ്റ്റാർ ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ പൊട്ടിച്ച് തീരിട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, നമുക്ക് തുറക്കാൻ പറ്റും. തുറന്ന് കാണിച്ചു. ഇതെങ്ങനെ തുറക്കണ്ടേ? ഇതാണ് ആദ്യം പൊട്ടിയത്. ഇതിങ്ങനെ തുറക്കാൻ പറ്റും. അപ്പോൾ ഈ 3 കീ ചെയിനാണ് എൻ്റെ കയ്യിലുള്ളത്. അടുത്ത ഞാനൊരു വാച്ച് മേടിച്ചിന്. ഞാനല്ല, മാമനും മാമിയെല്ലാം ഒരു വാച്ച് മേടിച്ചത്, ഒരു സ്മാർട്ട് വാച്ച്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സ്റ്റിക്കർ കിട്ടീനി.
കാണുന്നില്ല സ്റ്റിക്കർ. ഓക്കെ, ഇത് അമ്മേൻ്റെ ഫോട്ടോ ആണ്. പക്ഷെ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളതാ. എനിക്കിപ്പുറം അമ്മയാണുള്ളത്, പക്ഷെ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലാണ് ഗ്ലിറ്റർ സ്റ്റാർസ് ഉള്ളത്. അതിന് ഞാൻ അമ്മേൻ്റെ ഒരു ഫോട്ടോ വെച്ച് കൊടുക്കുന്നുണ്ട്. അമ്മേനെ കാണിച്ചു കൊടുക്കുന്നില്ല, കാണിച്ചില്ല. ഇത് സ്റ്റിക്കർ വെക്കുന്നുണ്ട്, വീണ്ടും സ്റ്റിക്കർ വെക്കുന്നുണ്ട്, വീണ്ടും സ്റ്റിക്കർ വെക്കുന്നുണ്ട്. നമ്മളെ കീ ചെയിൻ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇത് അടക്കാൻ ഭയങ്കര ഈസിയാണ്. ഉറക്കം വരുന്നു. ഈ നമുക്ക് എടുത്തു വയ്ക്കാം. ഓക്കെ, ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത്. ഫ്രണ്ട്സ്, ഇത് നമുക്ക് ഇവിടെ വയ്ക്കാം. സ്ഥലമില്ല ഇവിടെ. ഒരു വലിയൊരു വാഹനമല്ല, ഇതൊരു കളിക്കേണ്ട സാധനമല്ല. എൻ്റെ അനിയൻ്റെ ഊഞ്ഞാൽ പൊട്ടി, അപ്പം അതിൻ്റെ സാധനമാണ്. ഞാൻ വെക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാം ഞാൻ വെച്ചു. ഇനി എൻ്റെ അനിയൻ്റെ ഊഞ്ഞാൽ ആ പൊട്ടിയതിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ്. ഇതെൻ്റെ ആത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ച് കോമഡി എല്ലാം ചെയ്യുന്നൊരു പ്ലേസാണ്. ഈ ഒരു കർട്ടൻ്റെ ഇവിടെ, നല്ലൊരു കർട്ടൻ്റെ ഇവിടെ കോമഡി ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഉറക്കം വരുന്നു. മഴക്കാലത്ത് എനിക്ക് നല്ല ഉറക്കമാണ്. വെയിൽക്കാലത്ത് എനിക്ക് ഉറക്കി, എന്നാൽ വേനൽക്കാലത്ത് എനിക്ക് ഉറക്കി വരും. അങ്ങനെയാണ്. പിന്നെ എന്താണ്, എൻ്റെ ഒരു റൂം. ഫ്രണ്ട്സ്, പുറത്തിവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല രാത്രി മഴ പെയ്യുന്നുണ്ട്. നല്ലല്ല, പെയ്യുന്നുണ്ട്. വൈകുന്നേരമെല്ലാം നല്ല മഴ ആയിരുന്നു. ഇതിനെക്കാട്ടി മഴ വൈകുന്നേരമാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ വെറുതെ ഒന്ന് കാണിച്ചാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ചോറൊക്കെ തിന്നു. ഞാൻ ചോറ് നിന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ ബൈ.